ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരൻ നാളെ പരീക്ഷ, അതെല്ലാം കൂടെ കാരണമാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏതാ ഫേമസ് അമ്പലം ഒന്ന് കമന്റ് ചെയ്തേ. അങ്ങനെ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ച 11 മണി. അമ്മമാർക്ക് ഇപ്പോഴേ ഭക്തി ഉദിച്ചുള്ളൂ, നടക്കാൻ പോലും മേലെ കാല് പുള്ളി. പിന്നെ ഇത്രയും ഭക്തിയുള്ള കൂട്ടുകാർ കൂടെ ഉള്ളപ്പോൾ ഇതെല്ലാം ചെയ്തല്ലേ. നമ്മൾ കാല് പുള്ളി ഓടി അവസാനം നമ്മൾ എത്തിച്ചേർന്നത് അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള ഒരു ചായക്കടയിൽ. നല്ല ചൂടായതുകൊണ്ട് ഞങ്ങൾ 3 ചായ പറഞ്ഞു, പക്ഷെ അവിടെ ചായ ഇല്ലെന്നാണ് പറഞ്ഞത്, താമസം ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നമ്മളൊരു നാരങ്ങ വെള്ളം ഒരു ബണ്ണും എടുത്ത് കഴിഞ്ഞു. അമ്പലത്തിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കാവാലിപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. കാവാലിപ്പുഴ പ്രളയത്തിന്റെ സമയത്ത് ഫേമസ് ആയ ഒരു സ്ഥലമാണ്. പോകുന്ന വഴിക്ക് നമ്മളൊരു കൂട്ടുകാരനെ കണ്ടു, അവനാണ് ഒറ്റയ്ക്ക് കഴിക്കാൻ പോവാണ്. ഞങ്ങളെ കണ്ടോണ്ട് പിന്നെ കഴിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് മാറി. ഇത് കണ്ടു, ഗ്യാസ് കുട്ടിയൊക്കെ പൂട്ടിയിട്ടേക്കുന്നു. ഇത്രയും വില ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ ഗ്യാസ്. നമ്മളെന്താ അവിടെ ചെല്ലാറായി, പക്ഷേ ഈ വീഡിയോ കാണുന്ന ആരും നമ്മളെ സപ്പോർട്ട് പോലും ചെയ്യുന്നില്ല. ഇത് കാണുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്, പക്ഷേ കുഴപ്പമില്ല. നമ്മളവിടെ ലാസ്റ്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ പൈസ കൊടുത്താൽ പാർക്ക് ചെയ്യാൻ, നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് പാർക്ക് ചെയ്ത്. ഇതാണ് കാവാലിപ്പുഴ ബീച്ച്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അത്യാവശ്യം കൊള്ളാം, ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കൂടുതലും കാണുന്ന കപ്പിൾസിനെയാണ്, പക്ഷെ നമുക്ക് കപ്പിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ വരും. നോക്കുമ്പോൾ ഇതേ 3 ചേട്ടന്മാര് തകൃതിയായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇവർക്ക് എന്തോ മീനൊക്കെ കിട്ടി, പരലാന്ന് മനസ്സിലായി, വലുത് വരലായിരിക്കും. പിന്നെ ഒരു ചേട്ടൻ നോക്കിയപ്പോൾ തേണ്ട വഞ്ചിയും കൊണ്ട് അക്കരയായിട്ട് കിടക്കുന്നു. പക്ഷെ നമുക്ക് അതിന് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല. പിന്നെ അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം നിന്നില്ല, ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഓക്കെ.